ഇന്നലെ നമ്മൾ നോക്കിയത് നമ്മുടെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധിയ രീതികളായിരുന്നു. അതായത് കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, അധ്യാപകരെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലൂടെ കുട്ടികളുടെ മാനസിക അവസ്ഥകൾ മനസ്സിലാക്കാം, അവർക്ക് സമൂഹത്തിലുള്ള നില, വില, സ്ഥാനങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ 8 എണ്ണമായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് ആത്മനിഷ്ഠാ രീതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തം മനസ്സിലേക്ക് എത്തി നോക്കുക, അതിനായിരുന്നു ആത്മനിഷ്ഠാ രീതി എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചത് വുഡ്, ടിച്ച്നർ എന്നിവരാണ്. രണ്ടാമത് പഠിച്ചത് നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ എന്ന് പറയും. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശീലങ്ങളെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് നിരീക്ഷണ രീതി. 2 തരമുണ്ട്: പ്രത്യക്ഷ നിരീക്ഷണം, പരോക്ഷ നിരീക്ഷണം. മൂന്നാമത് പഠിച്ചത് പരീക്ഷണ രീതി, ഇമ്പോർട്ടൻ്റ് ആണ്. വില്യം വുണ്ടാണ് സ്ഥാപിച്ചത് 1879 മനഃശാസ്ത്ര ലബോറട്ടറി ജർമ്മനിയിൽ അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ടാണ് പരീക്ഷണ രീതിക്ക് തുടക്കമിട്ടത്. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രത്തിന് കൂടുതൽ വസ്തുനിഷ്ഠത നേടിക്കൊടുത്ത ഒരു ശാസ്ത്രശാഖയാണ് പരീക്ഷണ രീതി. പിന്നെയുള്ളത് അഭിമുഖമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തി 2 അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് അഭിമുഖം. പിന്നെ നമ്മൾ പഠിച്ച സർവേ, ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പഠിക്കാനായിട്ട് നമ്മൾ സർവേ രീതി ഉപയോഗിക്കുന്നു. അതിൻ്റെ ഘട്ടങ്ങൾ ഓർത്തിരിക്കണം: ആസൂത്രണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവരവിശകലനം, നിഗമനത്തിലെത്തൽ എന്നിവയാണ് അതിൻ്റെ ഘട്ടങ്ങൾ. പിന്നെ നമ്മൾ പഠിച്ച ക്ലിനിക്കൽ മെത്തേഡ് ഈ മാനസിക രോഗമുള്ളവരിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ്, അപ്ലൈ ചെയ്യുന്ന സൈക്കോളജിയാണ് ക്ലിനിക്കൽ മെത്തേഡ്. കണ്ടുപിടിച്ചത് ലെറ്റ്നർ വിമറാണ്. പിന്നെ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ സാമൂഹിക ബന്ധപരിശോധന അല്ലെങ്കിൽ സാമൂഹിക മിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി ടെക്നിക്ക് എന്ന് പറയും. കണ്ടുപിടിച്ചത് ജെഎൽ മൊറീനയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയിലുണ്ടാവുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും മനസ്സിലാക്കാനും അയാളോടുള്ള സ്വീകാര്യതയും വിമുഖതയും മനസ്സിലാക്കാനാണ് ഈ പറയുന്ന സാമൂഹിക ബന്ധപരിശോധന അല്ലെങ്കിൽ സോഷ്യോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത്. സോഷ്യോഗ്രാം നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലാവും, ഒരാൾ ഒരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ, ഇവിടെ 9 ഒറ്റയ്ക്കാണ്, അദ്ദേഹം ഏകാഗി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പേഴ്സൺ എന്നും 2 പേർ പരസ്പരം ഇങ്ങോട്ടും ഇവിടെ 1 4 1 4നെയും 4 1നെയും തമ്മിൽ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം അംഗീകരിച്ച് സ്നേഹിച്ച് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ് എന്നും. ഇനി 3 പേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ 2 6 7 അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യോജിച്ചു കൂട്ടത്തിലാണ്, അവരെ നമ്മൾ ക്ലിക്കുകളെന്നും. ഇനിയും ഒരാളെ തന്നെ എല്ലാവരും, അതായത് ഇവിടെ 5നെ 3 നിർദ്ദേശിച്ച 5നെയാണ്, 10 നിർദ്ദേശിച്ച 5നെയാണ്, 8 നിർദ്ദേശിച്ച 5നെയാണ്. അപ്പം ഒരാളെ തന്നെ എല്ലാവരും അയാളുടെ പേര് റെഫർ ചെയ്യുവാണെങ്കിൽ ഒരാളാണ് കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ വ്യക്തികളാൽ നിർദ്ദേശിക്കപ്പെടുന്ന വ്യക്തിയാണ് അവിടുത്തെ സ്റ്റാർ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ചുണ്ടെങ്കിൽ അവർക്ക് വരുന്ന പേരാണ് ഗ്യാങ്ങുകൾ. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ച് നിർത്തിയത്. പിന്നെയുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ അബോധ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ പ്രക്ഷേപണ രീതി ഉപയോഗിക്കുന്നത്. അത് വളരെ അപകടകാരിയായ ഒരു രീതിയാണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം അബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതവിടെ കിടന്നാൽ വളരെ അപകടകാരിയായതുകൊണ്ട് തന്നെ അതിനെ കണ്ടെത്തി അതിന് വേണ്ട മാർഗങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് റോഷെ മഷിയപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പട്ടിഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പട്ടിഷൻ ടെസ്റ്റ്, പദസരജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ, ഇവയൊക്കെ. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇത്രയും കാര്യത്തിൽ നിന്നാണെങ്കിലും 1 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളിനി നോക്കുന്നത്, നമുക്കിതിനകത്ത് 15 രീതികളാണുള്ളത്. 15 രീതികൾക്കകത്ത് നമ്മൾ 8 എണ്ണമായി. ഇനിയുള്ള ഒരു 7 എണ്ണം കൂടിയാണ്, അതുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത രീതിയാണ് നമ്മുടെ സഞ്ചിത രേഖ കേട്ടോ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. എന്താണ് സഞ്ചിത രേഖ? നമുക്കറിയാം, ഒരു കുട്ടി നമ്മുടെ സ്കൂളിലേക്ക് വന്ന് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു? നമ്മുടെ ആധാർ കാർഡും അതുപോലെ തന്നെ കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും. ഈ ഒരു കാര്യം തൊട്ട് നമ്മുടെ കുട്ടികളുടെ ഡേറ്റ നമ്മൾ എഴുതി തുടങ്ങുവാണ് ഇല്ലേ. 1ാം ക്ലാസ്സിൽ കൊച്ചിന് കിട്ടിയ മാർക്ക്, 1ാം സെമസ്റ്ററിൽ കിട്ടിയ മാർക്ക്, 2ാമത്തെ ടേമിൻ്റെ ഇവാലുവേഷന് കിട്ടിയ മാർക്ക്, ആനുവൽ എക്സാമിന് കിട്ടിയ മാർക്ക്, ഇങ്ങനെ
പല രീതിയിലൂടെ നമ്മളൊരു കൊച്ചിനെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതെന്താ നമ്മൾ ചെയ്തത്? കൊച്ചിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡാക്കി വെക്കുന്നു. അത് തന്നെ സാധനം എന്ന് പറഞ്ഞാൽ സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട്. എന്താണ്? കൊച്ചിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിച്ച് കൊച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും, അത് പഠന കാര്യമാകാം, പാഠ്യേതര പ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ കായികമായിട്ടുള്ള കാര്യങ്ങളാകാം, കൊച്ചിൻ്റെ കലാപരമായിട്ടുള്ള കാര്യങ്ങളാകാം, എന്തു വേണേലാകാം, ആരോഗ്യമാകാം, അനാരോഗ്യമാകാം, അതുപോലെ തന്നെ മൂല്യബോധങ്ങളാകാം, മോറൽ വാല്യൂസ് ആകാം, സോഷ്യൽ അവയർനെസ് ആകാം, എന്തു കാര്യവും നമ്മൾ കൊച്ചിൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ സഞ്ചിത രേഖ. അതിനെ നമ്മൾ റെക്കോർഡാക്കി വെക്കുന്നതിന് പറഞ്ഞ പേരാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ കണ്ടോ, ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആരംഭം മുതലുള്ള, ഈ ലൈൻ ഓർത്തിരിക്കണം, ഒരു കുട്ടിയുടെ ആരംഭം മുതലുള്ള, കണ്ടോ, പഠിക്കാനും ആരംഭം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആരംഭം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമായിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തി സമഗ്രമായ ചിത്രം പ്രദാനം ചെയ്യുന്ന റെക്കോർഡായിട്ടാണ് നമ്മൾ നമ്മുടെ സഞ്ചിത രേഖേനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ കൊച്ചിനോടൊപ്പം നമ്മൾ സഞ്ചരിച്ച് കൊച്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ വിലയിരുത്തി അത് റെക്കോർഡാക്കി വെക്കുന്നതാണ് സഞ്ചിത രേഖ, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? മാനസിക പക്വത, പഠന നേട്ടം, കാര്യശേഷി, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികസനം, ആരോഗ്യം, അനാരോഗ്യം, പാഠ്യേതര പ്രവർത്തനങ്ങൾ, പശ്ചാത്തലം, മെച്ചപ്പെടൽ, താല്പര്യങ്ങൾ, ഇവയെല്ലാം തന്നെ ഏതിൻ്റെ അകത്ത് വരും? നമ്മുടെ സഞ്ചിത രേഖയ്ക്കകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കും. അപ്പോൾ ഓർത്തിരിക്കണം, സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആരംഭം മുതലുള്ള തുടർച്ചയായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരപ്പെടുത്തി വെക്കുന്നതിന് പറയുന്ന പേരാണ്, റെക്കോർഡാക്കി വെക്കുന്നതിന് പറയുന്ന പേരാണ് സഞ്ചിത രേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് സഞ്ചരിക്കുക. കുട്ടിയോടൊപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് കുട്ടിയുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നതാണ് സഞ്ചിത രേഖ. ഒരുപാട് ആവർത്തി ചോദിച്ചറിഞ്ഞാണ്. അടുത്ത രീതി ഇമ്പോർട്ടൻ്റ് ആണ്, ഉപാഖ്യാന രേഖ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രണ്ടും രേഖ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കുട്ടിയുടെ ആരംഭം മുതലുള്ള, അല്ലെങ്കിൽ കുട്ടിയുടെ മൊത്തം കാര്യങ്ങൾ നമ്മൾ റെക്കോർഡാക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഉപാഖ്യാന രേഖ അനക്ഡോട്ടൽ റെക്കോർഡിലോട്ട് വരുമ്പോൾ അങ്ങനെയില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താണ്? കുട്ടികളിൽ ചില അവിചാരിതമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നല്ലപോലെ പഠിക്കുന്ന ഒരു കൊച്ച് പെട്ടെന്ന് ഒരു ദിവസം ഡള്ളായിട്ട് കാണപ്പെടുക. ആ കൊച്ചിന് ആ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ആയിരിക്കും കൊച്ചിനെ അലട്ടിയത്. അങ്ങനെ ഒരു മാസത്തിൽ ആ കൊച്ച് അങ്ങനെ ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അത് ആ കൊച്ചിൻ്റെ ഉപാഖ്യാന രേഖയ്ക്കകത്ത് നമ്മൾ റെക്കോർഡാക്കി വെക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയിൽ സാധാരണയായിട്ട് ബിഹേവ് ചെയ്യുന്നൊരു കുട്ടിയിൽ അവിചാരിതമായി ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ഉപാഖ്യാന റെക്കോർഡുകളായിട്ട് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, സാധാരണയായിട്ടുള്ള കുട്ടികളിലല്ല, നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന കുട്ടികളിൽ, നമ്മളൊക്കെ അറിയാമല്ലോ, നോർമലായിട്ട് പെരുമാറുന്ന കുട്ടികളിൽ ചിലപ്പോഴൊക്കെ അബ്നോർമാലിറ്റി നമ്മൾ കണ്ടേക്കും ക്ലാസ് മുറിയിലും ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ചിലർക്ക് ചില സൗണ്ട് കേട്ടാൽ പ്രശ്നങ്ങളാണ്, ചിലർക്ക് ചില ഫുഡൊക്കെ കഴിച്ചാൽ പ്രശ്നങ്ങളുണ്ട്, അലർജി പോലത്തെ ഉണ്ട്. ചിലർക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ദേഷ്യപ്പെടുന്നത് പ്രശ്നമുണ്ട്. ചിലർക്ക് വടി അല്ലെങ്കിൽ അടിക്കുന്നതൊക്കെ പേടിയാണ്. ചിലർക്ക് വഴക്ക് പറയുന്നതാണ് പേടി. ചിലർക്ക് വഴക്ക് കൂടുന്നത് പേടിയാണ്. ചിലർക്ക് സ്കൂളിനെ പേടിയാണ്. ചിലർക്ക് അധ്യാപകരെ പേടിയാണ്. ചിലർക്ക് ചില കൂട്ടുകാരെ പേടിയാണ്. അവരുടെ പെരുമാറ്റങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ കുട്ടികൾ ചില അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങൾ കുട്ടികൾ നമ്മുടെ അടുക്കൽ കാണിക്കും, അല്ലെങ്കിൽ കുട്ടികൾ അവിടെ ഇരുന്നുകൊണ്ട് കാണിക്കും. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ റെക്കോർഡാക്കി വെക്കുന്നതാണ് ഉപാഖ്യാന രേഖ, അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അതിനകത്ത് കാണും. പക്ഷേ ഉപാഖ്യാന രേഖയിലേക്ക് വരുമ്പോൾ കുട്ടികളിൽ നമ്മൾ അവിചാരിതമായി കാണപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണയല്ലാതെ കാണപ്പെടുന്ന ചില സ്വഭാവങ്ങളും സവിശേഷതകളും നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. കണ്ടോ, ആകസ്മികമായ പ്രതികരണങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തി വെക്കുന്നത് വ്യക്തികളുടെ സവിശേഷതയിലേക്ക് വെളിച്ചം വീശുന്നു. പേര്, സംഭവ വിവരണം, സംഭവവാഖ്യാനം തുടങ്ങിയവ ഈ കോളത്തിൽ റെക്കോർഡായിട്ടുണ്ടായേക്ക്. ഇന്ന കുട്ടി ഇന്ന പ്രശ്നം വന്നപ്പോൾ ഇങ്ങനതുപോലെ പെരുമാറി എന്ന് നമ്മൾ അതിനകത്ത് റെക്കോർഡാക്കി വെക്കും. അപ്പോൾ രണ്ട് രേഖ ഓർത്തിരിക്കണം. തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട് പരീക്ഷകളിൽ.
സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ ആരംഭം മുതലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ എഴുതി വെക്കുന്നു. ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞാൽ അവിചാരിതമായി, 2 വാക്കുകൾ ഓർത്ത് വെച്ചാൽ മതി. സഞ്ചിത രേഖ എന്ന് വെച്ചാൽ ആരംഭം മുതലുള്ള കാര്യങ്ങൾ റെക്കോർഡാക്കുന്നു. ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞാൽ അവിചാരിതമായ സംഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. ആ 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ചെക്ക് ലിസ്റ്റ്. നമുക്കറിയാം നമ്മുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വരും ഇല്ലേ ചെക്ക് ലിസ്റ്റുകൾ, അല്ലെങ്കിൽ ചില പരീക്ഷകളൊക്കെ നമുക്ക് ചെക്ക് ലിസ്റ്റ് മോഡൽ എഴുതാനായിട്ട് വരും. അതായത് വ്യക്തിത്വ സവിശേഷത വളരെ ലളിതമായി ശേഖരിക്കാനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റുകൾ. ഇതിൻ്റെ സവിശേഷതയാണ് എന്താണ്? ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യത ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ പഠിച്ചതിനകത്ത് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു, ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടായിരുന്നു, ഒരേ സമയം ഒന്നിലധികം ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഏതായിരുന്നു അത്? സർവേ അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ശേഖരിക്കാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന സവിശേഷതകളുടെ വിവിധ മാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുന്നു. ഉണ്ടോ? ഈ 2 കാര്യങ്ങൾ ഓർത്തത്. ചെക്ക് ലിസ്റ്റിലാണെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ചെക്ക് ലിസ്റ്റ് ആണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തിത്വ സവിശേഷതകൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് എടുത്തുകൊണ്ട് വന്ന് അവരുടെ ആ സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ 2 കോളങ്ങളേ ഉള്ളൂ, ഒന്നെങ്കിലുണ്ട് അല്ലെങ്കിൽ ഇല്ല. അത് 2 കോളങ്ങൾ മാത്രം ഉള്ളെന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് 3 വയസ്സുള്ളൊരു കുട്ടിയുടെ ശാരീരിക ചാലന വികാസം രേഖപ്പെടുത്താനായിട്ട് ചോദിക്കുന്നതാണ്. സ്ഥിരതയോടെ നടക്കുന്നുണ്ടോ? ശ്രമിക്കുന്നു, കൈവരിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം മതി. ഓടുന്നുണ്ടോ? ഉണ്ട്, ഇല്ല. അടുത്തത് ഓടി വന്ന് കൃത്യമായി നിൽക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അത്രയും മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. ഉണ്ടോ? ഏണിപ്പടികൾ കയറുന്നുണ്ടോ? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം മതി, കൂടുതലൊന്നും അതിൻ്റെ അകത്ത് ചോദ്യങ്ങളല്ല. അപ്പം 3 വയസ്സുള്ളൊരു കുട്ടി, ഏകദേശം നമ്മുടെ പ്ലേ സ്കൂളിലൊക്കെ വിടുന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട് നമ്മളൊരു ചെക്ക് ലിസ്റ്റ് കൊടുത്താൽ ഒരു കൂട്ടം കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു മാസ് ഓഫ് കുട്ടികളുടെ ഡേറ്റ നമുക്ക് ഒരേ സമയത്ത് തന്നെ കളക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് നമ്മുടെ ചോദ്യാവലി. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടോ? ദത്ത ശേഖരണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ചോദ്യാവലി. നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ദത്ത ശേഖരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശേഖരിക്കുക അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുക, അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ദത്ത ശേഖരണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ചോദ്യാവലി. താരതമ്യേന പ്രയാസരഹിതവും വേഗതയും സമയലാഭവും ചെയ്യുന്ന ഉപാധിയാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. ചോദ്യാവലി 2 തരമുണ്ട്. ഒന്ന് ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലിയും 2 ഓപ്പൺ എൻഡഡ് ചോദ്യാവലിയും. അപ്പോൾ ഓർത്തിരിക്കണം, ചോദ്യാവലി എന്ന് പറഞ്ഞാൽ വിവരശേഖരണത്തിൽ അല്ലെങ്കിൽ ദത്ത ശേഖരണത്തിന് വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് ചോദ്യാവലി. അത് 2 തരമുണ്ട്. ഒന്ന് ക്ലോസ്ഡ് എൻഡഡും മറ്റേത് ഓപ്പൺ എൻഡഡും. ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേറ്റിൻ്റെ പരീക്ഷ തന്നെ ഓർത്താൽ മതി. എന്താണ്? ഒരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷൻ തരും. ആ 4 എണ്ണത്തിൽ ഒരെണ്ണമായിരിക്കും അതിൻ്റെ ഉത്തരം. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 4 എണ്ണത്തിൻ്റെ ഉത്തരത്തിന് അപ്പുറത്തോട്ടൊരു ഉത്തരം അതിനില്ല. അതായത് ആ ക്വസ്റ്റ്യൻ ക്ലോസ് ആണെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം. ഇപ്പം നമ്മുടെ കേറ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, ഇപ്പം 3നും 2ഉം എത്രയെന്ന് ചോദിച്ചാൽ ഓപ്ഷനകത്ത് വരുവാണ് 4, 5, 6, 7. നമ്മൾ ഇതിലേക്ക് പോകും 3, 2, 5 എന്ന ഉത്തരത്തിലേക്ക് പോകും. അതെന്താണ്? ഒരു ക്ലോസ് എൻഡഡ് ചോദ്യമാണ്. ഇത് ഗണിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ക്ലോസ് എൻഡഡും ഓപ്പൺ എൻഡഡും ഈ 2 ഒന്നാണ് കേട്ടോ. ഓർത്തിരിക്കണം, ക്ലോസ് എൻഡ് എന്ന് പറഞ്ഞാൽ അടഞ്ഞ ചോദ്യങ്ങൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്ക് ആ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ കാണുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരു ഉത്തരങ്ങൾ കാണത്തില്ല. അതായത് ലോകവ്യാപകമായി ഒരു ഉത്തരവിന് കാണത്തില്ല. എവിടെ ചെന്ന് ചോദിച്ചാലും 10, 10, 20 അല്ലേ? 10 × 2 20 20 + 10 30 എന്നിങ്ങനെ ഏത് ലോകരാഷ്ട്രങ്ങളിൽ ചെന്ന് ചോദിച്ചാൽ അവരൊരു ഉത്തരവേ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ് ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം. നമ്മുടെ കാറ്ററ്റ് പരീക്ഷ അങ്ങനെയല്ലേ? ഒരു ചോദ്യം ചോദിക്കും, അതിനൊരു ഉത്തരം എഴുതും, നമ്മൾ ആൻസർ കറപ്പിക്കും, OMR ഷീറ്റിൽ കറപ്പിക്കും, അതിനീറ്റ് പോഴും. ഇത് തന്നെ സംഭവം. അപ്പം ക്ലോസ് എൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തന്നതിൽ നിന്നും നമ്മളൊരു ഉത്തരം നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് ക്ലോസ് എൻഡഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യാവലിക്ക് പറയുന്ന പേരാണ് ഓപ്പൺ എൻഡഡ്. എന്ന് പറഞ്ഞാൽ തുറന്ന ചോദ്യങ്ങൾ എന്ന് പറയും. അതായത് ഞാൻ സിമ്പിളായിട്ടേക്കാണ്, കഴിഞ്ഞ മാസം നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് എത്രയായിരുന്നു ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ കറണ്ട് ബില്ല് അല്ലേ? ശരിയല്ലേ? ഞങ്ങളുടെ ഇവിടെ ഏകദേശം 3500 രൂപ അടുത്താവും.
ചിലയിടത്ത് 600 ആവും, ചിലയിടത്ത് 800 ആകും, ചിലയിടത്ത് 1000 ആകും, ചിലയിടത്ത് 2000 ആകും, ചിലയിടത്ത് 2500 ആവും എന്നിങ്ങനെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. അത് വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ താമസിക്കുന്ന വീട് എത്ര സ്ക്വയർ ഫീറ്റാണ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരം ആയിരിക്കുമോ? അല്ല, പല ഉത്തരങ്ങളായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ മാസം ഫോൺ റീചാർജ് ചെയ്ത് എത്ര രൂപയ്ക്കാണ്? ചിലർ 1 ഇയർ പ്ലാൻ കയറ്റി കാണും, ചിലർ 28 ദിവസം കാണും, ചിലർ 1.5 മാസം കാണും, ചിലർ 90 ദിവസം കാണും, ഇങ്ങനെ പല പ്ലാന് കാണും. അപ്പം ഇതൊക്കെ എന്താണ്, ഒരു ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയുവാണ്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയായിരുന്നു, കഴിഞ്ഞ മാസം നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ചിലവ് എത്രയായിരുന്നു, ഇതൊക്കെ എന്താണ്, ഒരു ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങളാണ്. ആരോട് ചോദിച്ചാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള അവരുടെ ചിലവും അവരുടെ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കി അവർ പറയുന്നതായിരിക്കും അവരുടെ എന്താണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഓപ്പൺ എൻഡഡ് അല്ലെങ്കിൽ തുറന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദ്യകർത്താവിന് ചോദ്യം ചോദിക്കാം, പക്ഷേ ഉത്തരം പറയുന്നത് എന്താണ്, നമ്മുടെ ഉത്തരം നൽകാൻ ഉദ്ദേശിച്ച ആളുടെ എന്താണ് വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകളൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കണം, ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡഡും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറന്ന ചോദ്യങ്ങൾ, ഇഷ്ടമുള്ള ഒരു ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരങ്ങൾ ഉണ്ടാവും. ക്ലോസ് എൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഒരു ഉത്തരം, അത് എപ്പോഴും അത് വാലിഡ് ആയിരിക്കും കേട്ടോ. ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. നമുക്ക് ഗണിതത്തിലെ പെഡഗോഗിക്കകത്തും ബോധനശാസ്ത്രത്തിനകത്തും നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്താണ് റേറ്റിംഗ് സ്കെയിൽ. നമ്മൾ മുമ്പേ പഠിച്ച ചെക്ക് ലിസ്റ്റുമായിട്ട് ചെറിയ സാമ്യമുണ്ട്, പക്ഷേ റേറ്റിംഗ് സ്കെയിലുമായിട്ട് വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് ഇതിലുള്ളത്. ചെക്ക് ലിസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി റേറ്റിംഗ് സ്കെയിലിൽ ഉണ്ടോ, ഇത് പഠിക്കണം, ഇതൊരു വട്ടം ചോദിച്ചാണ്. നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്നുള്ള മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ റേറ്റിംഗ് സ്കെയിലാണെങ്കിൽ നമ്മൾ എന്താണ്, നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരം അല്ലെങ്കിൽ നിരീക്ഷിക്കപ്പെടുന്ന ബിഹേവിയർ അല്ലെങ്കിൽ നിരീക്ഷിക്കപ്പെടുന്ന പെരുമാറ്റം എത്രമാത്രം അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യണം. പക്ഷേ ചെക്ക് ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെയില്ല, ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം, ഉള്ളി 2 ഓപ്ഷൻ. പക്ഷേ റേറ്റിംഗ് സ്കെയിലിലേക്ക് വരുമ്പോൾ അത് 3, 4, 5, 6, 8, 10 ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഉയരാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ടോ, 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഭാഷാ വികസന ശേഷികൾ തിരിച്ചറിയുന്നതിനുള്ള റേറ്റിംഗ് സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രസ്താവന, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നു. അപ്പോൾ കൊച്ച് വളരെ മികച്ചതായിട്ടാണോ, അതോ മികച്ചതായിട്ടാണോ, അതോ ശരാശരി ആവറേജ് രീതിയിലാണോ, അതോ കൊച്ച് ഇമ്പ്രൂവ് ചെയ്യണോ, അതോ മോർ ഇമ്പ്രൂവ്മെൻറ്റ് കൊച്ചിന് വേണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിത് വായിച്ചാൽ മനസ്സിലാവും കൊച്ചിന് എത്രമാത്രം ബേസിക് ആയിട്ടുള്ള നോളേജ് ഭാഷാ വികസന കാര്യത്തിൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു 5 പോയിന്റ് റേറ്റിംഗ് സ്കെയിലാണ്. 5 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ 5 കോളങ്ങളുള്ളത് അല്ലേ, 1, 2, 3, 4, 5. അപ്പോൾ ഈ നമ്മൾ പറയുന്ന പേരാണ് 5 പോയിന്റ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയും. അതുപോലെ തന്നെ 6 പോയിന്റ് വരാം, അതായത് 6 കോളങ്ങൾ വരാം, 8 പോയിന്റ് വരാം, 8 കോളങ്ങൾ വരാം, 10 പോയിന്റ് വരാം, 10 കോളങ്ങൾ വരാം, 3 പോയിന്റ് വരാം. ഇങ്ങനെ പല രീതിയിലുള്ള പോയിന്റ് സ്കെയിലാണ് നമുക്ക് റേറ്റിംഗ് സ്കെയിൽ വയ്ക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ചെക്ക് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം ചോദിക്കുമ്പോൾ റേറ്റിംഗ് സ്കെയിലിൽ എന്താണ്, നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരം അല്ലെങ്കിൽ നിരീക്ഷിക്കപ്പെടുന്ന പെരുമാറ്റം എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് റേറ്റ് ചെയ്യണം. ശരിയല്ലേ? നമ്മൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമ്മളോട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കും അല്ലേ, ക്യാൻ യു റേറ്റ് ദിസ് ആപ്പ് എന്ന് പറഞ്ഞാൽ അവർ എത്ര സ്റ്റാറാണ് കൊടുക്കുന്നത്? 5 സ്റ്റാറാണ് കൊടുക്കുന്നത് അല്ലേ. നമുക്ക് അതിനകത്ത് മോശമാണെങ്കിൽ 1 ക്ലിക്ക് ചെയ്യാം, കുറച്ചുകൂടി കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ 2 ക്ലിക്ക് ചെയ്യാം, ഒരു നല്ല രീതിക്കൊക്കെ റണ്ണാകുന്നുണ്ടെങ്കിൽ 3 ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങൾ കുറേയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ 4 ക്ലിക്ക് ചെയ്യാം, ഏറ്റവും മികച്ചതാണെങ്കിൽ നമ്മൾ 5 ക്ലിക്ക് ചെയ്യും ഇല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏറ്റവും താഴ്ന്നതിൽ നിന്നും ഏറ്റവും മുകളിലേക്ക്. പക്ഷേ നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ അങ്ങനെയില്ല, ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അവിടെയുള്ളൂ. രണ്ടാമതൊരു ചിന്തിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല, എത്രമാത്രം ഉണ്ട് എന്നൊരു തോത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് റേറ്റിംഗ് സ്കെയിലോട് സാധിക്കും. മറ്റേന്ന് വെച്ചുള്ളൊരു എന്താണ് ഒരു ഗുണമാണ് നമ്മുടെ റേറ്റിംഗ് സ്കെയിലിൻ്റെ ഗുണമാണ് എത്രമാത്രം അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ആ കാര്യം ഓർത്തിരിക്കണം കേട്ടോ. അത് 5 പോയിന്റ് കാണും, 3 പോയിന്റ് കാണും, 4 പോയിന്റ് കാണും, 6 പോയിന്റും 8 പോയിന്റും ഒക്കെ എന്താണ് റേറ്റിംഗ് സ്കെയിലാണ്. 8 പോയിന്റ് എന്ന് പറഞ്ഞാൽ 8 കോളങ്ങൾ, 5 പോയിന്റ് വെച്ചാൽ 5 കോളങ്ങൾ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്തത് കേസ് സ്റ്റഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ട് ഒരുപാട് ആവർത്തി ചോദിച്ചിട്ടുണ്ട്. എന്താണ് കേസ് സ്റ്റഡി? നമുക്കറിയാം, ഒരു വ്യക്തിയെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കൊച്ചുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ
നമ്മൾ സമൂഹത്തിന് മുന്നിൽ വെച്ച് ഒരിക്കലും അവരെ ഇൻസൾട്ട് ചെയ്യില്ല. ഇൻസൾട്ട് ചെയ്യുക വെച്ചാൽ സമൂഹത്തിന് മുന്നിൽ വെച്ച് നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ചോദിക്കില്ല. അത് കൂടുതലും ആ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര പ്രശ്നമാക്കുന്ന കാര്യങ്ങളായിരിക്കും. നേരെ മറിച്ച് ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു കൊച്ചിനെ പറ്റി നമ്മളൊരു കേസ് സ്റ്റഡി നടത്തുക എന്ന് പറയും. അല്ലെങ്കിൽ ആ ഒരു കേസ്, പർട്ടിക്കുലർ കേസ് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, വളർന്നു വന്ന പശ്ചാത്തലം, അതുപോലെ തന്നെ അവരുടെ കുടുംബം, അതുപോലെ തന്നെ അവരുടെ സമൂഹം, അയൽപക്കം, സഹോദരങ്ങൾ, മാതാപിതാക്കൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കേസിനെ വിധേയമാക്കും. അതിനുശേഷം കൊച്ചിൻ്റെ അടുക്കൽ നമ്മൾ ഇരുന്ന് കൊച്ചിനെ നമ്മൾ 2, 3, 4, 6 മാസങ്ങളിരുന്ന് കൊച്ചിനെ പഠിച്ചതിന് ശേഷം ആ കൊച്ചിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ശരിയായ രീതിയിലുള്ള ഒരു എന്താ പറയുന്ന ഒരു മറികടക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നും കൊച്ചിനെ മറികടക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ കണ്ടോ നാനാവിധത്തിലുള്ള ലഭ്യമായ വസ്തുതകൾ ശേഖരിച്ച് പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ക്ലാസ്സിലൊരു കൊച്ച് പ്രശ്നക്കാരനാണെങ്കിൽ ആ കൊച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം എടുക്കണം. നാനാവിധത്തിൽ എന്ന് വെച്ചാൽ 4 പാടും നടന്നവൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. അവൻ്റെ ജനിച്ചപ്പോൾ തൊട്ട് അവൻ്റെ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും വരെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിനുശേഷം എന്താണ്, നമ്മൾ ആ കൊച്ചിനെ നമ്മൾ സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ കൊച്ചിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാവുള്ളൂ. കണ്ടോ, മനഃശാസ്ത്രത്തിൻ്റെ ഒട്ടുമിക്ക ശാഖകളിലും കേസ് സ്റ്റഡി പ്രയോജനപ്പെടുത്താറുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, കോഗ്നിറ്റീവ് സൈക്കോളജി, ഒക്യുപേഷണൽ സൈക്കോളജി തുടങ്ങിയ മേഖലകളിലെല്ലാം കേസ് സ്റ്റഡി ഫലപ്രദമായി ഏറ്റെടുത്തു വരുന്നു. ഇവിടെ ഓർക്കണം, ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനത്തിനാണ് ഇവിടെ ഊന്നൽ. ഒരു നിശ്ചിത പഠന സമീപസ്ഥമായതിനുള്ളത്, അതായത് ലോങ്കിറ്റ്യൂഡിനൽ മെത്തേഡാണ് ഇതിനുള്ളത്. കേസ് സ്റ്റഡിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം അതിസൂക്ഷ്മമായി അപകീർത്തിക്കപ്പെടുന്നു. ഒട്ടേറെ പഠനരീതികളെ പ്രയോജനപ്പെടുത്തുന്ന കേസ് സ്റ്റഡിക്ക് ഒരു ഹോളിസ്റ്റിക് സമീപനമാണ് ഉള്ളത്. ശരിയായ വിശകലനത്തിൽ നിന്നും പ്രശ്നപരിഹാരത്തിലേക്കും ചികിത്സയിലേക്കും എത്താൻ കഴിയുന്നത് ശ്രദ്ധേയമാണ്. കേസ് തിരഞ്ഞെടുക്കൽ, അതിൻ്റെ സ്റ്റെപ്പുകളാണ് പരികൽപ്പന രൂപീകരിക്കൽ, സ്ഥിതി വിവരശേഖരണം, വിവര വിശകലനം, സമന്വയിപ്പിക്കൽ, പരിഹാര മാർഗങ്ങൾ, കേസ് റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിവയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ എല്ലാവിധത്തിലും ലഭ്യമായ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡിയിൽ ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനമാണ് ഊന്നൽ നൽകുന്നത്. അതുപോലെ തന്നെ സമഗ്രം എന്ന് പറഞ്ഞാൽ മുഴുവനായ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എന്നർത്ഥം. അപ്പം സമഗ്രമായ ഒരു പഠനമാണിത്. അതുപോലെ തന്നെ ഒരു ഹോളിസ്റ്റിക് സമീപനമാണ്. എന്താണ് ഹോളിസ്റ്റിക് സമീപനം എന്നാൽ? വ്യക്തവും സൂക്ഷ്മവും, നമ്മൾ പറയത്തില്ലേ, നമ്മൾ ചില മൂല്യങ്ങളും ബോധ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വേണം പെരുമാറുവാൻ എന്ന് പറഞ്ഞ പോലെ ആ കൊച്ചിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനോട് കുറച്ച് അനുകമ്പയും സിമ്പതിയും എമ്പതിയും ഒക്കെ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹോളിസ്റ്റിക് സമീപനം. ചില മോറൽ വാല്യൂസൊക്കെ, നൈതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അതിനകത്ത് പെടും. അങ്ങനെ ശരിക്കൊപ്പം ശരിയായിട്ട് നിൽക്കാനും തെറ്റെന്ന് കണ്ടാൽ അതായിട്ട് പറയുവാനും നിൽക്കുന്ന ഒരു രീതിയാണ് ഈ ഹോളിസ്റ്റിക് സമീപനം. അപ്പം അതിനൊരു ഹോളിസ്റ്റിക് സമീപനം, കാരണം ഒരു കൊച്ചിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ സത്യസന്ധത, ചിലപ്പോൾ ചിലരൊക്കെ റിപ്പോർട്ട് മാറ്റി കൊടുക്കാനൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഒന്നും ചെയ്യാതെ നേരായ പാതയിൽ നേരായ രീതിയിൽ ചെയ്യുന്ന രീതിക്കാണ് ഈ ഹോളിസ്റ്റിക് സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഹോളിസ്റ്റിക് സമീപനമാണുള്ളത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ കൊച്ച് ആ കേസ് ഏറ്റെടുത്ത, അല്ലെങ്കിൽ ആ കേസ് ആരുടെയാണാവോ ആ കേസ് ചെയ്യുന്ന ആളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് ആവുകയുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കണം, കേസ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏക വ്യക്തി പഠനം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഏക വ്യക്തി പഠനം കേട്ടോ. കേസ് സ്റ്റഡിയും ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന മറ്റൊരു പേരാണ് ഏക വ്യക്തി പഠനം അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്ന് പറയും. അപ്പോൾ ഓർത്തിരിക്കണം, ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ എല്ലാവിധത്തിലും ലഭ്യമായ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായിട്ട് പഠിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് കേസ് സ്റ്റഡി. ഇവിടെ ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനമാണ്. ഇതിനൊരു ഹോളിസ്റ്റിക് സമീപനമാണ് ഉള്ളത്. സമഗ്രമായിട്ടുള്ള പഠനം, ഹോളിസ്റ്റിക് സമീപനം, ഇത്തരം കാര്യങ്ങൾ മാത്രം ഇവിടെ നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ഘട്ടങ്ങൾ ഓർത്തിരിക്കണം. കേസ് തിരഞ്ഞെടുക്കണം, പരികൽപ്പന രൂപീകരിക്കണം, അതുപോലെ തന്നെ സ്ഥിതി വിവര ശേഖരണം നടത്തണം, അതുപോലെ തന്നെ സ്ഥിതി വിശകലനം നടത്തണം, അതുപോലെ തന്നെ സമന്വയിപ്പിക്കണം. ഇതാണ് നമ്മുടെ കേസ് സ്റ്റഡിയുടെ ഘട്ടങ്ങളായിട്ട് ഉള്ളത്. അവസാനത്തേതാണ് ക്രിയാഗവേഷണം. ഈ പാഠം ഇവിടം കൊണ്ട് തീരുവാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ.
ക്രിയാ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടുപിടിച്ചത് സ്റ്റീഫൻ എം കോറിയാണ് കേട്ടോ, കണ്ടുപിടിച്ചത് സ്റ്റീഫൻ എം കോറിയാണ്. ഓക്കെ, എന്താണ് ഇതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പം 3ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ക്ലാസ്സിലുള്ള 30 പിള്ളേരുണ്ടെങ്കിൽ അതിൽ 26 പേർക്കും മലയാള അക്ഷരങ്ങൾ എഴുതുവാനോ വായിക്കുവാനോ അക്കങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിഹ്നങ്ങൾ തിരിച്ചറിയാനോ സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ്, ക്ലാസ്സിലേക്ക് കയറിയ അധ്യാപകന് ക്ലാസ്സിൽ കോമൺ ആയിട്ട്, ആ വാക്ക് ശ്രദ്ധിക്കണം, ക്ലാസ്സിൽ കോമൺ ആയിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായത്, ഒരു വ്യക്തിയിലല്ല, ക്ലാസ്സിൽ മുഴുവനായിട്ട് ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നു. അങ്ങനെയുള്ളപ്പോൾ അധ്യാപകൻ അതിന് വേണ്ട മാർഗനിർദ്ദേശമായിട്ട് ഒരു ക്രിയാ ഗവേഷണം നടത്തുവാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധ്യാപകൻ ചില ഹൈപ്പോത്തസിസുകൾ ഫോർമേറ്റ് ചെയ്തു. ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ചില മുൻവിധികളൊക്കെ ഫോർമേറ്റ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് പഠിക്കാൻ പറ്റാത്തത്? 3ാം ക്ലാസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന കൊച്ചിനെ സംബന്ധിച്ചോളം ആ കൊച്ചുങ്ങളുടെ KG കാലഘട്ടം എന്ന് പറയുന്നത് കോവിഡ് ആയിരുന്നു, ശരിയല്ലേ? ഒരുപക്ഷെ നമ്മുടെ പ്രീ സ്കൂളിൽ പോയി കാണത്തില്ല, അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിൽ പോകാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകനെ ഭയമുള്ളതുകൊണ്ടാണോ, അതോ മലയാളം അക്ഷരങ്ങളിലുള്ള ഭയം മൂലമാണോ എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ലിസ്റ്റ് ചെയ്യുന്നു, പിന്നെ അധ്യാപകൻ ലിസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രീ ടെസ്റ്റ് നടത്തുക എന്ന് പറയും. ഇപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഇന്നലെ സ്കൂളുകളിലെല്ലാം നാസിൻ്റെ പരീക്ഷ നടത്തി. എന്താണ് നാസ് എന്നറിയാവോ? നാസ് എന്നാണെന്നറിയാവോ? NAS എന്ന് പറയും. 3, 6, 9 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നമ്മൾ നടത്തുന്ന ഒരു പരീക്ഷയാണ് നാസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ എന്ന് പറയും. കുട്ടികൾ എത്രമാത്രം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, എത്രമാത്രം കണ്ടൻറ്റുകൾ അവർക്ക് സബ്ജക്റ്റിൽ നിന്ന് അറിയാമെന്ന് നാഷണൽ വൈഡായിട്ട്, ഒരു മിനിറ്റ്, ഓക്കെ, ഒരു 3ാം ക്ലാസ്സിലിരിക്കുന്നൊരു കൊച്ച് എത്രമാത്രം കാര്യങ്ങൾ അല്ലെങ്കിൽ എത്രമാത്രം സബ്ജക്റ്റുകൾ മനസ്സിലാക്കിയെന്ന് അറിയാനായിട്ട് ദേശീയ തലത്തിൽ നടത്തി വരുന്ന ഒരു സർവേയാണ് NAS എന്ന് പറയുന്നത് കേട്ടോ. ഇക്കൊല്ലമാണ് ഇത് രൂപീകരിച്ചത്. വേണമെങ്കിൽ കേട്ടിട്ട് പരീക്ഷയ്ക്ക് GK പാർട്ടി എന്നുള്ള ചോദ്യം ചോദിക്കാം. ദേശീയ തലത്തിൽ രൂപീകരിച്ച് 3, 6, 9 ക്ലാസ്സുകളിൽ നടത്തി വരുന്ന പരീക്ഷ ഏതാണ്? അത് നാസ് എന്ന് പറയും, NAS കേട്ടോ, നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ എന്നാണ് എൻ്റെ ഫുൾ നെയിം. ആ പരീക്ഷയ്ക്ക് 15 ക്വസ്റ്റ്യൻ അവർക്ക് കാണും. അത് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും മാത്സിൽ നിന്നും സയൻസിൽ നിന്നും ഒക്കെ OMR ടൈപ്പിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഒരു പരീക്ഷ നടത്തിയത്. അത് പ്രീ ടെസ്റ്റാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ക്രിയാ ഗവേഷണ ഒരു പ്രീ ടെസ്റ്റ് നമ്മൾ നടത്തും. എന്താണെന്ന് വെച്ചാൽ ഏത് ഹൈപ്പോത്തസിലാണ് അവർ കൂടുതലായിട്ട് സ്റ്റിക്ക് ഓൺ ആയി നിൽക്കുന്നത്. ആ പ്രീ ടെസ്റ്റ് നടത്തുന്ന പോലെ നമുക്ക് മനസ്സിലാവും കൊച്ചുങ്ങൾക്ക് ചിഹ്നങ്ങൾ അറിയത്തില്ല, അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ കോവിഡ് കാലത്ത് പിള്ളേർ സ്കൂളിൽ പോകാത്തത് മൂലം കുട്ടികളിലുള്ള മലയാള അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ എന്നിവ പോലുള്ള അക്ഷരങ്ങളിൽ യാതൊരു ഗ്രാഹ്യവുമില്ല. അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ചിഹ്നം, ആടെ ചിഹ്നം, കാടെ ചിഹ്നം, ഇതുപോലുള്ള ചിഹ്നങ്ങളൊന്നും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലെന്നൊരു അധ്യാപകൻ കണ്ടെത്തുന്നു. അതിനുശേഷം അധ്യാപകൻ ഒരു 4-5 മാസം ചിഹ്നങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. തിരിച്ചും മറിച്ചും ചെറിയ രീതിയിൽ വായിപ്പിച്ചും എഴുതിപ്പിച്ചും ഒക്കെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നു. അതിനുശേഷം അധ്യാപകൻ ഒരു 5-6 മാസത്തിന് ശേഷം ഒരു പോസ്റ്റ് ടെസ്റ്റ് നടത്തും. പോസ്റ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ പ്രീ ടെസ്റ്റിനേക്കാളും മാർക്ക് കൂടുതൽ കിട്ടും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? പ്രീ ടെസ്റ്റിൽ കുറവ് നിന്ന കുട്ടികൾ, ആദ്യം 30 കുട്ടികളിൽ 26 പേർക്ക് എന്താണ് പ്രശ്നമായിരുന്നെങ്കിൽ, ഒരു പോസ്റ്റ് ടെസ്റ്റ് നമ്മൾ പ്രീ ടെസ്റ്റ് നടത്തി കുട്ടികൾക്ക് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ ഒരു പോസ്റ്റ് ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ ആ 26, 30 എന്നുള്ളത് ഏകദേശം ഒരു 10-ന് താഴെ റേഞ്ചിലേക്ക് വരും. അപ്പോൾ അവിടെ എന്താണ് ഒരു വിജയം അധ്യാപകന് തൻ്റെ ക്ലാസ്സിൽ കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ ഓർത്തിരിക്കണം, 30 പിള്ളേരുടെ ക്ലാസ്സിൽ ഏകദേശം 70% കുട്ടികൾ പിന്നെയും ഒരു ഗ്രാഹ്യമായി ഇതിനെപ്പറ്റി പിന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു പോകാൻ എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രിയാ ഗവേഷണം എന്ന് പറഞ്ഞ ഇതാണ്, ഒരു ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകൻ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ മുഖാമുഖം നേരിടുന്നുണ്ട് എങ്കിൽ ഓർത്തിരിക്കണം, അതൊരു കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കണം. ക്ലാസ് മൊത്തം അല്ലെങ്കിൽ ഒരു സമൂഹം മൊത്തം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിനെതിരായി അതിനെ മനസ്സിലാക്കാനായിട്ട് അധ്യാപകൻ ആരായിട്ട് മാറും? ഒരു ശാസ്ത്രീയ ആളായിട്ടും അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ട് കണ്ടെത്തുന്ന ഒരു ശാസ്ത്രീയ ഗവേഷകനായിട്ട് മാറി അതിന് വേണ്ട പ്രശ്നങ്ങൾ കണ്ടെത്തി ഹൈപ്പോത്തസിസ് ഒക്കെ ഫോം ചെയ്ത് അതിന് വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയാണ് ഈ പറയുന്ന ക്രിയാ ഗവേഷണം എന്ന് പറയുന്നത്. ഇത് വളരെ ലെന്തി പ്രോസസ്സാണ്.
ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ നടക്കത്തില്ല ഈ ക്രിയാ ഗവേഷണം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1 ഇയർ ആണ് മിനിമം പറയുന്നത് കേട്ടോ. 6 മാസം കൊണ്ടൊക്കെ സ്കൂളുകളിൽ നമുക്ക് കൊച്ചു പിള്ളേർ നമുക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാം. പിള്ളേർ കൊച്ചു പ്രായമാണ്, പക്ഷേ പ്രായമായാലും അതുപോലെ തന്നെ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണെങ്കിൽ ഏകദേശം ഇറ്റ്സ് ടു ഇയേഴ്സ്, മാസങ്ങളും വർഷങ്ങളും എടുത്തെന്ന് വരാം ഇതൊന്ന് ശരിയായി വരാനുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, ക്രിയാ ഗവേഷണം കണ്ടുപിടിച്ച സ്റ്റീഫൻ എം കോറി എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകൻ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ഒരു ഗവേഷകൻ്റെ വീക്ഷണഗതിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനത്തിലെത്തുകയും അപ്പോൾ അനുയോജ്യമായിട്ടുള്ള പരിഹാരമാർഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ക്രിയാ ഗവേഷണം എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചത് സ്റ്റീഫൻ എം കോറിയാണ്. പേര് മറന്നുപോയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും രീതികളാണ് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ നോക്കി വെച്ച് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ഏത് രീതി, ഇന്ന രീതി എന്ന് എടുത്തു പറയാനില്ല, കാരണം എല്ലാ രീതികളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ 1 തൊട്ട് 15 വരെയുള്ള എല്ലാ രീതികളും മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളെല്ലാം തന്നെ നമ്മൾ മനസ്സിരിഞ്ഞ് പഠിക്കണം. ജസ്റ്റ് ഈ പറഞ്ഞതിൻ്റെ അകത്ത് 1 or 2 സെൻറ്റൻസ് നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുള്ളൂ, ശരിയല്ലേ? അത് നിങ്ങളൊരു നോട്ട് ബുക്കിലേക്ക് മാറ്റി കുറിക്കണം. ഓരോന്നും കണ്ടുപിടിച്ച ഉപജ്ഞാതാക്കൾ ആ പാടിയില്ലാത്ത 4 or 5 പേരേ ഉള്ളൂ അല്ലേ. നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മുടെ വിഡ് ടീച്ചർ, പിന്നെ വരുന്നതിൻ്റെ അകത്ത് പരീക്ഷണ രീതി അതും വില്യം ഉണ്ട് തന്നെ, പിന്നെ നമ്മുടെ ക്ലിനിക്കൽ മെത്തേഡ് ലെഗ്നർ വിമർ, പിന്നെ സോഷ്യോമെട്രിക് ജെയൽ മൊറീനോ, പിന്നെ വരുന്നത് കണ്ടുപിടിച്ചതിനകത്ത് വരുന്ന വേറെ പേരെന്നാ പിന്നെ ഇവിടെ വരുന്ന നമ്മുടെ ഇതിനകത്ത് അല്ലേ ക്രിയാ ഗവേഷണത്തിനകത്തുള്ള സ്റ്റീഫൻ എം കോറി. ഇത്രയും പേരുടെ പേര് മാത്രമേ ഇവിടെ പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ ഓരോ രീതി എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, വളരെ എളുപ്പമാണ്. ആത്മനിഷ്ഠ വെച്ചാൽ ഒരാൾ സ്വന്തം മനസ്സിലേക്ക് എത്തി നോക്കുക. അപ്പോൾ അവിടെ തൻ്റെ മനസ്സിലുള്ള വിചാരങ്ങൾ ചിന്തകളെല്ലാം തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. കണ്ടുപിടിച്ചത് വുഡ് ടീച്ചർ. നിരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കപ്പെടുന്ന ഉപഹാരം നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നിരീക്ഷിക്കുകയാണ്. 2 തരത്തിൽ, പ്രത്യക്ഷം പരോക്ഷം. പരീക്ഷണ രീതി വില്യം വുഡ് സ്ഥാപിച്ചു. മനഃശാസ്ത്രത്തിന് കൂടുതൽ വസ്തുനിഷ്ഠത നേടിക്കൊടുത്തു. പിന്നെയുള്ളത് അഭിമുഖം, ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തി 2 or അതിലധികം വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണം. പിന്നെയുള്ളത് സർവേ രീതി, ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു ഗ്രൂപ്പിൽ നടത്തുന്ന സ്വഭാവത്തെ പെട്ടെന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. പിന്നെ ക്ലിനിക്കൽ മെത്തേഡ് ലെഗ്നർ വിമർ കണ്ടുപിടിച്ചു. മനോരോഗ ബാധിതയുള്ള വ്യക്തികളിൽ നമ്മൾ നടത്തുന്നതാണ് ക്ലിനിക്കൽ മെത്തേഡ്. പിന്നെ സാമൂഹിക ബന്ധ പരിശോധന എന്തായിരുന്നു? നമ്മുടെ ജെയൽ മൊറീനോ കണ്ടെത്തിയത്. ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഏകാഗി, 2 പേരുണ്ടെങ്കിൽ ദ്വന്ദ്ങ്ങൾ, 3 പേരുണ്ടെങ്കിൽ ക്ലിക്കുകൾ, ഒരാളെ തന്നെ എല്ലാവരുമാണെങ്കിൽ സ്റ്റാർ, ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ ഗ്യാങ്. പിന്നെയുള്ള പ്രക്ഷേപണ രീതി അബോധ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും വിചാരങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കുറേ ടെസ്റ്റുകളുണ്ട്. തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റ്, റോഷെ മഷിയ പരീക്ഷ, ചിൽഡ്രൻസ് അപ്പർട്ടിഷൻ ടെസ്റ്റ്, പൾസർജ പരീക്ഷ എന്നിവയാണ് ഉദാഹരണങ്ങൾ. സഞ്ചിത രേഖ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു കുട്ടിയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡാക്കി വെക്കുന്നു. പിന്നെയുള്ള ഉപാഖ്യാന രേഖ അവിചാരിതമായ സംഭവങ്ങൾ നമ്മൾ റെക്കോർഡാക്കി വെക്കുന്നു. പിന്നെയുള്ളത് ചെക്ക് ലിസ്റ്റ്, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം രേഖപ്പെടുത്തുന്നു. പിന്നെയുള്ളത് ചോദ്യാവലി, 2 തരം, ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ്. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് അനേകായിരം ഉത്തരങ്ങൾ കാണും. ക്ലോസ് എൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം. പിന്നെയുള്ള റേറ്റിംഗ് സ്കെയില് നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരം എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് റേറ്റിംഗ് സ്കെയില്. അത് 5 പോയിൻ്റ് കാണാം, 6 പോയിൻ്റ് കാണാം, അങ്ങനെ പലത് കാണാം. പിന്നെയുള്ളത് കേസ് സ്റ്റഡി, ഏക വ്യക്തി പഠനം എന്ന് പറയും. ഒരു വ്യക്തിയുടെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അവസാനമായിട്ട് നമ്മുടെ ക്രിയാ ഗവേഷണം കണ്ടുപിടിച്ച സ്റ്റീഫൻ എം കോറി ഒരു പ്രശ്നത്തെ മുഖാമുഖം നേരിടുന്ന അധ്യാപകൻ അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെ ഒരു ഗവേഷക മനോഭാവത്തോടു കൂടി അപഗ്രഥിച്ച് വിലയിരുത്തി കൊണ്ടുപോകുന്ന രീതിക്ക് വരുന്ന പേരാണ് ക്രിയാ ഗവേഷണം. ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാനായിട്ടുള്ളൂ. എളുപ്പമല്ലേ ഈ പാഠം? 15 രീതികളും വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മളൊരു 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തു, ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ ഈ ഒരു സാധനം പഠിക്കുവാനായിട്ട്. ഇന്ന് MBSൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കുക, വ്യക്തമായിട്ട് നോട്ട് എഴുതി പഠിക്കുക, അല്ലാതെ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നോട്ട് എഴുതി ഒന്ന് വായിച്ച് നോക്കണം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യണം. രാവിലെ എണ്ണീറ്റത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ നമ്മൾ മറക്കുകയില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ 15 രീതികളുണ്ട്. 15 രീതികളും പഠിക്കുക. നാളെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പേ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ എന്ന്. അതിനുശേഷം നമുക്ക് അടുത്ത കണ്ടൻറ്റിലേക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വല്ല സംശയമുണ്ടോ?